കേരളത്തിലേക്ക് തിരികെ വരാം. വയനാട് MP രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PV അൻവർ MLA. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളാണോ എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിക്കണമെന്നുമായിരുന്നു അധിക്ഷേപ പരാമർശം. LDF എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ആ വിവാദ പരാമർശം. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. ഇതിനിടയിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. PV അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി. അൻവർ മാത്രമല്ല, ഇടതുപക്ഷം ഇത്രയും വൾഗറായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ പോക്കാണ്. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി വൈറൽ ഫീവറും ഫുഡ് പോയ്സണും അതിനെ തുടർന്ന ഫീവറും കാരണമാണ് ഇവിടെ പരിപാടി ക്യാൻസൽ ചെയ്തത്. അത് പച്ചക്കൊടി വെച്ച് കെട്ടാനുള്ള മടി കൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് വരെ ഒരു മന്ത്രി പറയുകയാണ്, മുഖ്യമന്ത്രി പറയുകയാണ്. ഇത്ര അധപ്പതിക്കാൻ പാടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലൊരു സീറ്റ് കിട്ടാൻ വേണ്ടി? അൻവറിനെ ആദ്യം തൊട്ട് തന്നെ കയറൂരി വിട്ടിട്ടുള്ളത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അൻവറിനല്ല മറുപടി കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്ന പിണറായി വിജയനാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഇത്രയും സംസ്കാരം കെട്ട ഒരു മുഖ്യമന്ത്രിയായി പിണറായി അധപ്പതിക്കാൻ പാടില്ല. തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാവുന്നൊരു ചൊല്ലുണ്ട്. അതിനപ്പുറം അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാനില്ല. കാര്യം തേക്ക് എവിടെയും കിടന്നാൽ വെട്ടിക്കഴിഞ്ഞാൽ അകത്ത് പോവും. തെമ്മാടിയെ ആരും ചോദ്യം ചെയ്താൽ അവൻ്റെ മാനം പോവും. അതുകൊണ്ട് PV അൻവറെ പോലുള്ള ആളുകളെക്കുറിച്ച് അവർ പാസ്സാക്കുന്ന കമൻറ്റുകളെക്കുറിച്ചൊന്നും നിങ്ങൾ ആരോടും ചോദ്യം ചോദിക്കരുത്. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. പിണറായി വിജയനാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ തന്റെ അണികൾക്ക് ലൈസൻസ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തും പറഞ്ഞോളൂ എന്നുള്ള ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണ്. ഇതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായത് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് എന്റെ സംശയം. അതേസമയം PV അൻവറിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ആ പ്രതികരണം കൂടി കാണാം. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. ഈ കേരളത്തിൽ വന്നിട്ട് BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെപ്പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. പാലക്കാട് നിഖിൽ പ്രമേഷ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പല പ്രചാരണ വിഷയങ്ങളും കണ്ടു. ഏറ്റവും ഒടുവിൽ വാക്പോര് രൂക്ഷമാവുന്നതുകൊണ്ട്. പക്ഷേ അതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ PV അൻവറിന്റെ ഈ അധിക്ഷേപ പരാമർശം ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. അത് കേവലം ഒരു ഓളത്തിൽ പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യമല്ല. ഇപ്പോൾ രണ്ടാമത് നടത്തിയ പ്രതികരണത്തിലും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന PV അൻവർ പറയുകയാണ്. അപ്പോൾ അത് കാര്യമായി എടുക്കുന്നു, ഗൗരവമായി എടുക്കുന്നു. കോൺഗ്രസ് മറുഭാഗത്ത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അത് CPM-നെതിരെയും LDF-നെതിരെയും. പക്ഷേ മുഖ്യമന്ത്രി PV അൻവറിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ഷന് 2 ദിവസം മുൻപ് പോലും ഇത്തരം രൂക്ഷമായ വാക്പോരുകൾ നടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതൊന്നും പാർട്ടികൾ നോക്കുന്നില്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്? പ്രജിൻ, ഇത് ഉറപ്പായിട്ടും ഇടതുമുന്നണി ഇത് വലിയ കാര്യമായി എടുക്കുന്നില്ല, ഗൗരവത്തിൽ അവർ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, അല്പസമയം മുൻപ് നമ്മൾ വിജയരാഘവനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് PV അൻവർ മണ്ണാർക്കാട് എത്തിയത്. അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. ഇത്രയും സമയമായിട്ടും ആ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് അതിൽ പ്രതികരണം ആരാഞ്ഞാൽ മാധ്യമങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല, അതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല എന്നാണ് വിജയരാഘവൻ പറയുന്നത്.
ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു മയപ്പെടുത്തിയുള്ള പ്രതികരണമെങ്കിലും നടത്തിയിട്ടുള്ളത്. മറ്റെല്ലാവരും അൻവറിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പ്രവർത്തകർക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ ഈ LDF-ന് ക്ഷീണം ചെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ആയുധമാക്കാൻ തന്നെ UDF കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ PV അൻവറിന്റെ ഈ അധിക്ഷേപ പരാമർശം, അതൊരു ദേശീയ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പരാമർശമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ പിൻകാലത്തൊന്നും തന്നെ മുഖ്യമന്ത്രിയോ പിണറായി വിജയനെയോ CPM-നെയോ പോലും അങ്ങനെ നേരിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. ആ തരത്തിലുള്ള വളരെ പക്വതയാർന്നുള്ള പ്രതികരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്താറ്. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കണ്ണൂരിലും പാലക്കാടും കോട്ടയത്തും ഒക്കെ എത്തിയപ്പോഴാണ് ഈ CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മുഖ്യമന്ത്രിമാരെ തേടി അന്വേഷണ ഏജൻസികൾ എത്തുമ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ തേടി എത്തുന്നില്ല, അത് BJP-യുമായിട്ടുള്ള ഒരു അലയൻസിന്റെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചത്. അതാണ് ഇപ്പോൾ PV അൻവറിനെ ചൊടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹം ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. UDF വരുന്ന ഈ മണിക്കൂറുകളിൽ അത് വലിയ ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. UDF ഇതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. MM ഹസൻ പരാതി നൽകി. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. രൂക്ഷ പ്രതികരണങ്ങളാണ് K മുരളീധരനും KC വേണുഗോപാലും ഒക്കെ ഈ വിഷയത്തിൽ, രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ PV അൻവറിനെതിരെ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പ്രജിൻ, പക്ഷെ അത് വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. CPM എന്നതുകൂടി ശ്രദ്ധേയമാണ്. കോൺഗ്രസ് മറുഭാഗത്ത് അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം.